നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാളെ 2025 ജൂലൈ 16, അതായത് 1200 മിഥുനമാസം 32-ാം തീയതി. നാളെ മിഥുനമാസം സമാപിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 32 ദിനങ്ങൾ കഴിഞ്ഞു പോയത്. ഇവിടെ നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാളത്തിൻ്റെ ദിനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. നാളെ കർക്കിടക രവി സംക്രമം നടക്കുന്ന ദിനമാണ്. നാളെ വൈകിട്ട് 5 മണിക്കാണ് സംക്രമം. സംക്രമദിനം ഒരു വിശേഷപ്പെട്ട കർമ്മങ്ങളും നാം ചെയ്യുകയില്ല. അത് മനസ്സിലാക്കുക ആദ്യം. മറ്റന്നാളാകട്ടെ പുത്തൻ മാസമല്ലേ, കർക്കിടക മാസം 1-ാം തീയതി ആകട്ടെ, ഏറ്റവും അനുകൂലമായ സമയമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നുണ്ട്. നാളെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:14, അസ്തമയം വൈകിട്ട് 6:47. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ഈ ബുധനാഴ്ചകളിൽ നാൽക്കാലികളും സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണെങ്കിൽ അത് വളരെ പ്രാധാന്യമുണ്ട്. അത് സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തിഥിയാണ്. കറുത്തപക്ഷത്തിലെ തിഥിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ബന്ധമൊന്നും കൽപ്പിച്ചിട്ടില്ല. നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രമാകുന്നു. ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രട്ടാതി. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി, ഇതാണ് ഉത്രത്രയങ്ങൾ. പക്ഷേ 9 നക്ഷത്രങ്ങൾ ഈ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി അശ്വതി രേവതി. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ നാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സംക്രമമാകയാൽ മറ്റ് പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് നല്ലതാണ്. എങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 9:15 മുതൽ 10:15 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ ബുധനാഴ്ചയാണ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. ബുധൻ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ തുടങ്ങിയ അവതാര ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദശാവതാരത്തിൽപ്പെടുന്ന ഗ്രഹമാകുന്നു. ഉത്രട്ടാതി ശനീശ്വരൻ്റെ നക്ഷത്രമാണ്. പൂയമനയുടെ ഉത്രട്ടാതി. അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നന്നാകുക. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ ഹനുമാൻ സ്വാമിക്ക് അഭിനിവേദ്യം ചെയ്യുക. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ഹനുമാൻ സ്വാമിക്ക് അഭിനിവേദ്യം ചെയ്യുക. ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുക. അവിടെ ശ്രീരാമ സഹസ്രനാമം ചെല്ലാം. അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിൽ പാർവതി ചോദിക്കുന്നുണ്ട് ശിവനോട് ഫലശ്രുതിയിൽ എല്ലാ വിഷ്ണു സഹസ്രനാമവും കൂടെ ഒരൊറ്റ ശ്ലോകത്തിൽ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. അവിടെ ശിവൻ കൊടുക്കുന്ന ഉത്തരം ഇപ്രകാരമാകുന്നു. ഈ ഒരു ശ്രീരാമ മന്ത്രം 3 തവണ ചൊല്ലിയാൽ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തുല്യമാകുന്നു എന്നാണ് അതിനർത്ഥം. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. ഇതാകുന്നു ആ മന്ത്രം. ഈ മന്ത്രം ചൊല്ലിയാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിന് തുല്യമാകുന്നു എന്നാണ് ശിവൻ പാർവതിയോട് ഉപദേശിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റന്നാൾ മലയാള മാസം 1-ാം തീയതിയാണ്. ധർമ്മദൈവ സങ്കേതത്തിൽ പോയി നിങ്ങളെല്ലാം അനുഷ്ഠിക്കണം. നാളെ നിങ്ങൾക്ക് ധർമ്മദൈവ സങ്കേതം അടിച്ച് കഴുകി ചാണകം മെഴുകി വൃത്തിയാക്കി അവിടെ ഭക്തി നിർഭരമായ അന്തരീക്ഷം നാളെ അവിടെ ഉണ്ടാക്കിയെടുക്കുക. മറ്റന്നാൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.